ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ യാത്ര വയനാട്ടിലേക്കാണ്. അപ്പോൾ പോകുമ്പോൾ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടാലോ. ഇന്ന് കൂടെ യാത്ര ചെയ്യുന്നത് നമ്മുടെ മിസ്റ്റർ അഖിലാണ്. അതിനുള്ള അഖില എക്സ്പീരിയൻസ് ഷാറല്ല ബൂട്ടാലോ നമുക്ക്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടുന്ന് പയ്യന്നൂരിൽ വിടുകയാണ്. സമയം ഏകദേശം 6:30 മണിയാണ്. അപ്പോൾ ഇവിടുന്ന് അവിടത്തേക്ക് 150 കിലോമീറ്ററാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര മണിക്ക് അവിടെ എത്തുന്ന കാര്യങ്ങളും, ഏത് വഴിയാണ് പോകുന്നത് എളുപ്പം. നമ്മളിപ്പോൾ പോകാനുള്ള പ്ലാനിങ് കാരണം വെച്ചാൽ കൂത്തുപറമ്പ് വഴിയാണ് പോകുന്നത്. അപ്പോൾ അതിൽ എളുപ്പമാണ്. നമുക്ക് സൈക്കിളെ കുറിച്ച് അത്യാവശ്യം ഒരുപാട് കയറ്റങ്ങളിൽ നമുക്ക് ഒഴിവായി കിട്ടും. കൂത്തുപറമ്പാണ്. ഓക്കെ, ഇപ്പോൾ എത്തിയിരിക്കുന്നത് പാപ്പനശ്ശേരിയാണ്. പാപ്പനശ്ശേരിയിൽ നിന്ന് ചായ കുടിക്കണം. ആദ്യം രാവിലെ ഒന്നും കഴിച്ചില്ല. കൊടുത്തോ ബോസ്, കൊടുത്തോ ബോസ് പോയിട്ടേല്. പിന്നെ നല്ല പ്രോട്ടീനിലുള്ള കാടമുട്ട, സാധാ മുട്ട. നമ്മൾ പയ്യന്നൂർ, വയനാട്. നമ്മൾ ഇക്കാർക്ക് അറിയാം. കടി മുപ്പറ് നന്നായിട്ട് അറിയാം. അങ്ങനെ കണ്ണൂരെത്തിയിരിക്കുകയാണ്. നമ്മൾ കൂത്തുപറമ്പ് വഴിയാണ് പോകുന്നത് വയനാട്ടിലേക്ക്. അതിലാകുമ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും. എളുപ്പമെന്ന് വെച്ചാൽ കയറ്റങ്ങൾ കുറച്ച് കുറവുണ്ട്, അതുകൊണ്ടാണ് അതുവഴി പോകുന്നത്. അങ്ങനെ കണ്ണൂർ റൗണ്ട് അബൌട്ട് എത്തിയിരിക്കുകയാണ്. കാരണം ഇതിലിപ്പോൾ വിടുന്നില്ല, റോഡിന് പണി നടക്കുന്നതുകൊണ്ട് സ്ട്രൈറ്റേ വിടുന്നുള്ളൂ, ഇങ്ങോട്ടേക്ക് വിടുന്നില്ല. ഇന്ന് സൺഡേ ആയതുകൊണ്ട് വണ്ടിയെല്ലാം വളരെ കുറവാണ്. അങ്ങനെ നമ്മളിപ്പോൾ കൂത്തുപറമ്പിലെത്തിയിരിക്കുകയാണ്. കുറച്ച് റെസ്റ്റ് എടുക്കുകയാണ്. ഏകദേശം എത്ര കിലോമീറ്റർ നമ്മൾ ഓടിയിടാം? 70 ഓടിയിട്ടുണ്ടാവില്ലേ? 7 കിലോമീറ്റർ ഓടി റെസ്റ്റ് എടുക്കുകയാണ്. നമ്മളെ കൂടെ ഇന്ന് റൈഡ് ചെയ്യാൻ അഖിലുണ്ട്, അഖിൽ പയ്യൻ. പിന്നെ വേറൊരാളുണ്ട്, മൂപ്പർക്ക് പിന്നെ ക്യാമറയിൽ വരാൻ താല്പര്യമില്ല, അല്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ അങ്ങാടിക്കുളം, മാനന്തേരി അല്ലേ? മാനന്തേരി ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ നമ്മളോട് ചേച്ചി പറഞ്ഞു, ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി പറഞ്ഞു നിങ്ങൾ കുളിച്ചോ കുഴപ്പമൊന്നുമില്ല, പഞ്ചായത്തിൻ്റെയാണ്. അപ്പോൾ ഒന്നൊന്ന് കുളിച്ചതിനൊരു ഉന്മേഷം. അപ്പോൾ നമുക്ക് കുളത്തിലേക്ക് പോയാലോ? ഇതാണ് കുളം. അപ്പോൾ നല്ലൊരു കുളം കിട്ടിയിട്ടുണ്ട്, അടിപൊളി കുളം. ഫുൾ ടയേർഡായി, ഭയങ്കര ചൂട്. അപ്പോൾ ഒന്ന് മുങ്ങിക്കഴിഞ്ഞാൽ ശരിയാവും. അപ്പം എൻ്റെ സ്വിമ്മിങ് നിങ്ങൾ കാണണ്ടേ? വാ അപ്പോൾ അങ്ങനെ ചിറ്റാരിപ്പറമ്പ് കുളത്തിൽ നിന്നും അപ്പോൾ ചരമ്പിടാൻ പോവുകയാണ്. ഓക്കെ, അങ്ങനെ നല്ല വെയിലായിരുന്നു. അപ്പോൾ ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. കുളിച്ചപ്പോൾ നല്ലൊരു ആശ്വാസമായി. ആ നീന്തിക്കുളി എന്ന് പറയുമ്പോൾ, ഒരു മുങ്ങിക്കുളി എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, അത് വളരെ ഭയങ്കര ആശ്വാസം കേട്ടോ. ബാക്കി അങ്ങനെ നമ്മളിപ്പോൾ കോളയാട് എത്തിയിരിക്കുകയാണ്. ഇപ്പം ഭക്ഷണം കഴിക്കാൻ കയറിയിരിക്കുകയാണ്. നല്ല പൊറോട്ടയും ബീഫ് ഫ്രൈയും അഖിലും കഴിച്ചിട്ട് നമുക്ക് കാണാം. ഓക്കെ, നമ്മളെ അഖിൽ നല്ല വിശന്ന് സൈഡായിട്ടുണ്ട്. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു, ചെറുതായിട്ട് കഴിച്ചെന്ന് പറഞ്ഞു അല്ലേ? അഖിൽ ഫുഡ് കഴിച്ചാൽ പിന്നെ ഭയങ്കര എനർജിയായി. അതുവരെ കുറച്ച് ടയേർഡായിരുന്നു അല്ല അഖിലേ? ഫുഡ് കഴിച്ചപ്പോൾ ഉഷാറായി. അയ്യോ, നമ്മളിപ്പോൾ അടുത്ത് പോകുന്നത് നെടുമൊഴിയിലാണ്. നെടുമൊഴി വഴിയാണ് പോകുന്നത്. നെടുമ്പയിൽ ബസ് സ്റ്റാൻഡ് എത്തിയിരിക്കുകയാണ്. വിട്ടോ ഇങ്ങോട്ട്. ആ എന്താ മോനെ, വിടുന്നില്ലേ? അങ്ങനെ മാനന്തവാടി റോഡ് കയറിയിരിക്കുകയാണ്. നെടുമ്പയിൽ ബസ് സ്റ്റാൻഡാണ് ഇത് കാണുന്നത്.
അങ്ങനെ മാനന്തവാടി ഇവിടുന്ന് ഏകദേശം 43 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ചുരമാണ്. അപ്പോൾ വിട്ടാലോ? ചുരം കയറാൻ നോക്കാം. നമുക്ക് ചുരം കയറാൻ നമുക്ക് പറ്റുമെങ്കിൽ നോക്കാം. അല്ലെങ്കിൽ പകുതിക്ക് ഉണ്ടുണ്ട്. മഴ മാറുന്നുണ്ടേ. എടാ അവിടെ കയറിക്കോ. അങ്ങനെ മഴ പെയ്യാൻ തുടങ്ങി. നല്ല മഴ, നല്ല കട്ട പോസ്റ്റായി മക്കളെ. ഇതാ നല്ല മഴ. വയനാട് നല്ല മഴ കേട്ടാ. വയനാട് എത്തിയില്ല. അങ്ങനെ നല്ല മഴയ്ക്ക് കിട്ടി. ബസ് സ്റ്റോപ്പിൽ കയറി നിന്നു. ഇപ്പോൾ മഴയൊക്കെ കുറഞ്ഞ് വീണ്ടും ചുരം കയറുകയാണ്. അഖിലൊക്കെ ആകെ സൈഡായി. അഖിലെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? പൊളിയല്ലേ? വൗ. നല്ല ടയർഡായിട്ടോ. ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ നല്ല തണുപ്പുണ്ട്. കാരണം മഴ പെയ്തപ്പോൾ നല്ലോണം തണുപ്പ് കൂടി. അതുകൊണ്ട് ചവിട്ടാൻ നല്ല സുഖമുണ്ട്. അങ്ങനെ സെമിനാർ വില്ല ബസ് സ്റ്റോപ്പിലെത്തിയിരിക്കുകയാണ്. ഫുൾ ടയർഡാണ് കേട്ടോ. അഖിലൊന്നും പറയേ വേണ്ട. ഫുള്ള് ഇതാ വേർത്ത് കുളിച്ചു. ഇതാ ഇനി കുറച്ച് ബസ് സ്റ്റോപ്പിൽ കുറച്ച് വിശ്രമിക്കാം. ബാക്കിൽ ഫുള്ള് റബ്ബർ തോട്ടം. ഒരു രക്ഷയില്ലതാ. നല്ല തണുപ്പുണ്ടല്ലേ. ഓക്കെ, കുറ്റിയതാണ്. ഫുള്ള് ടയേർഡായി. ഏകദേശം ഒരു 2 മണിക്കൂറായി. നമുക്ക് വെള്ളം തീർന്നു പോയി. നമ്മളെല്ലാവരും വെള്ളം തീർന്നു പോയി. ഒന്നുമില്ല, കുടിക്കാനും ഏടൊന്നും കിട്ടുന്നില്ല. ഞാനിപ്പോൾ പുഴക്കുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത്, പൂളക്കുറ്റി സ്ഥലത്ത് എത്തിയിട്ട് നമുക്കിതാ ചായ കുടിക്കുന്നുണ്ട്. ചായ കുടിച്ചിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം. അഖിലേ ഫുൾ ടയേർഡാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ വയനാടെത്തി. സമയം ഏകദേശം 8 മണിയായി. കാരണം ഭയങ്കര കയറ്റായത് കൊണ്ട് ലേറ്റായിപ്പോയി. അതൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റായി. എന്തായാലും നമ്മൾ വയനാട് എത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് റൂമിൽ വെച്ച് കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ റൂമിലെത്തി. ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കഴിച്ചു. നല്ല ക്ഷീണമുണ്ട്. കാരണം വയനാട്ടിൽ ചുരമൊക്കെ കയറണം എന്ന് പറയുമ്പോൾ ഭയങ്കര ഇടങ്ങേറ് പിടിച്ച ഒരു പരിപാടിയാണ്. അപ്പം കയറുന്ന സമയത്ത് നമ്മൾ ഇരുട്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ നാളെ തിരിച്ച് നാട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇറങ്ങുന്ന വീഡിയോ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.